വെൽക്കം ബാക്ക് ടു ഫാത്തിമ വ്ളോഗ്സ്. ഞങ്ങൾ ഇന്നൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അതായത് റിസപ്ഷൻ്റെ അന്നാണ്. റിസപ്ഷൻ ആക്ച്വലി വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അതിന് മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഊബറായിട്ടൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ടാക്സി ഒന്നും പറ്റത്തില്ല, ഊബറാണ്. ഇച്ചിരി വലിയ വണ്ടി വേണമായിരുന്നു, ഞങ്ങൾ ഇത്രയും പേര് പോകുന്നതുകൊണ്ട്. സോ ഊബർ വന്നു. ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഹാജി അലി ദർഗ, ഹാജി അലി മസ്ജിദ്. അതൊരു അകത്തോട്ട്, അതായത് അണ്ടർഗ്രൗണ്ട്, അതായത് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ ടണൽ പോലെയൊക്കെ ആയിട്ടോ ഞങ്ങൾ പോയത് ആദ്യം. എന്നിട്ട് ഈ സംഭവം, ഈ പള്ളി എവിടെയാണെന്ന് വെച്ചാൽ കടലിൻ്റെ നടുക്കെന്നാണ് പറയുന്നത്. അത് നമ്മൾ പോകുമ്പോൾ അത് കാണാൻ പറ്റും. ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല എന്ന് തോന്നുന്നു, എൻ്റെ കയ്യിൽ കാണുന്നില്ല അത്. സോ അല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അതെന്ന് പറഞ്ഞാൽ ഒരു കടലിൻ്റെ നടുക്കാണ് ആ മസ്ജിദ് വരുന്നത്. സോ നല്ല ദൂരം ഉണ്ടായിരുന്നു. അതായത് വണ്ടി അവിടെ ഊബർ അവിടെ പാർക്ക് ചെയ്ത് തന്നിട്ട് ഒരു ടണൽ അണ്ടർഗ്രൗണ്ട് പോലെ പോയിട്ടാണ് അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നല്ലോണം നടക്കാനുണ്ടായിരുന്നു അത്യാവശ്യം കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷെ തണുപ്പും ഉണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ സ്റ്റോളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എന്താ പറയുക, അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പള്ളിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറേ കടകളുണ്ടായിരുന്നു, ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ പള്ളിയുടെ അവിടെ എത്തിയപ്പം ഫോട്ടോസ് അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൽബം, അതായത് അവർ ഈ ഫോട്ടോ ആക്കി തരത്തില്ലേ ആൽബമായിട്ട്, അതേപോലെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാട്ടോ വാങ്ങിച്ചത്. അകത്ത് കയറുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടാണ് അകത്ത് കയറിയത്. അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ തന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഈ പള്ളിയുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഈ മക്കളില്ലാത്തവർക്ക് എന്താ പറയുക, അങ്ങനെ നേർന്നിട്ട് അങ്ങനെ വരുന്നവരൊക്കെ ആട്ടോ ഇവിടെ ഈ പള്ളിയിൽ. അങ്ങനെയാണ് ഇതിൻ്റെ വിശ്വാസം, ഈ പള്ളിയിലെ വിശ്വാസം അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. സോ ഞങ്ങളകത്ത് കയറി കുറച്ച് നേരം അവിടേക്ക് നിന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ബീച്ച് സൈഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുമ്പ്, അതായത് ഉമ്മച്ചിയൊക്കെ പറയുന്നത് കേൾക്കാം, മുമ്പ് ഈ വെള്ളമൊക്കെ നല്ലോണം കയറി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, വെള്ളം ഇറങ്ങി നല്ലോണം കിടക്കുകയാണ്. വെള്ളം ഒട്ടുമില്ല അവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വോക്ക് ചെയ്ത് അവിടെ കുറച്ച് നേരം പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. നല്ല വിലക്കുറവായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഒരു 500, 700, 800 വാങ്ങിക്കുന്നത് ഒരു 150, 200 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ബാഗ്, പേഴ്സ്, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോയും അങ്ങനെയൊക്കെ കുറേയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല വിലക്കുറവെന്ന് പറഞ്ഞാൽ, നമ്മളവിടെ 80 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നത്, അതായത് ഒരു 100 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നത് 20-40 രൂപയ്ക്കൊക്കെ നമുക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ലതാ മങ്കേഷ്കറിൻ്റെയും പിന്നെ മുകേഷ് അംബാനിയുടെയൊക്കെ വീടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഡ്രൈവറായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. പുള്ളിക്കാരൻ നല്ലോണം ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ തന്നായിരുന്നു. ഇത് ഹൈക്കോർട്ടാണ് കേട്ടോ അവിടുത്തെ. ഇങ്ങനെ നല്ലോണം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലോട്ട് പോകാനായിട്ടായിരുന്നു പോയത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലോട്ട് പോകാമെന്നായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു കടയിൽ കയറി. ഒളിമ്പിയ എന്നാട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു. ഫുഡിന് ഭയങ്കര റേറ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങളൊരു ഹാഫ് ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഓരോരുത്തരായിട്ട് വാങ്ങിച്ചത്. അതിന് നമ്മളുടെ അവിടുത്തെ ഇവിടെ നാട്ടിലത്തെ ഫുൾ ബിരിയാണി, അതായത് ഒരു 150 രൂപയൊക്കെയാണ് അവിടുത്തെ ഹാഫ് ബിരിയാണിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ല ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പൊതുവേ എനിക്ക് അങ്ങനെ ബിരിയാണി ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. അത് ഞങ്ങളൊരു ചെറിയൊരു ഐസ്ക്രീം കഴിച്ചു. എന്താ പറയുക, ഇച്ചിരി തണുപ്പ് കൂളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചു. ഞങ്ങളങ്ങനെ പിന്നെ നേരെ നടന്നു. ഇവിടെ ഒന്നും അങ്ങനെ വണ്ടി കയറാട്ടോ, വണ്ടി ഒരു രക്ഷയില്ല. അതായത് ഓട്ടോയും ടാക്സിയൊക്കെ നല്ല ചാർജ് കുറവാണ്. നമ്മളിവിടെ നാട്ടിൽ 50 രൂപ 60 രൂപക്ക് എടുക്കുന്നതിന് പകരം കൊടുക്കുന്നതിൻ്റെ വ്യത്യാസമാണ്, നല്ല വ്യത്യാസമുണ്ട്. 23 രൂപയുള്ളൂ മിനിമം ചാർജ് എന്ന് പറയുന്നവരുടെ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല റേറ്റ് കുറവാട്ടോ, അവരുടെ ചാർജ് കുറവാണ്. അങ്ങനെ ഞങ്ങളിവിടെ ഇന്ത്യ ഗേറ്റിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ അകത്തോട്ടൊന്നും കയറിയില്ല, അതായത് കുറേ നടക്കണമായിരുന്നു. പിന്നെ അത്യാവശ്യം ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചായിരുന്നു. എന്താ പറയുക, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അതായത്
ഒരു 2 ടൈംസ് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈം ആട്ടോ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അതിന് മുന്നേ ഞാൻ ചെറുപ്പത്തിലാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡബിൾ ഡെക്കറിൽ കയറി. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. ചുമ്മാ എങ്കിലും ഞങ്ങളൊന്ന് ടിക്കറ്റ് എടുത്ത് എവിടെയോ ഞങ്ങൾക്ക് അടുത്തുള്ളൊരു ഡെസ്റ്റിനേഷൻ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്തു. അതിൽ വേണ്ടി ചുമ്മാ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങൾ കണ്ടത്. അതായത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതുപോലെ കണ്ടത് ഇങ്ങനെ ആലോചിച്ചു. ഞാൻ ലക്കി ദ ഭാസ്കർ ലൊക്കേഷൻ ഇതാണെന്ന് തോന്നുന്നു, അതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫയയോട് ഫയയും കൂടി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് അത് തന്നെയാണെന്ന്. അതിൻ്റെ ബാക്ക് സൈഡ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് എൻ്റെ കയ്യിൽ ചാർജ് ഇല്ലായിരുന്നു. സോ ലാസ്റ്റ് വരെ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ അതും കൂടി കഴിഞ്ഞിട്ട്, അതായത് ഇന്ത്യ ഗേറ്റും കഴിഞ്ഞ് ഡബിൾ ഡെക്കറിലും കൂടി കയറി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് ടാക്സി കിട്ടാൻ ഭയങ്കര പാടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര പാടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ കിട്ടി. ഇതാട്ടോ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതായത് ലക്കി ദ ഭാസ്കറിൻ്റെ ലൊക്കേഷൻ്റെ ആ ഒരു സൈഡ്. എനിക്കത് ഇത്രേ കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടി കാത്ത് നിന്നു. എങ്ങനെയൊക്കെയോ വീടെത്തി. എൻ്റെ ചാർജില്ലായിരുന്നു മൊബൈലിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.